പഴുത്തത് 2 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. കട്ട് ചെയ്തെടുക്കാം. നന്നായിട്ട് പഴുത്താട്ടോ. ചെറുതായിട്ടിങ്ങനെ കട്ട് ചെയ്ത് ഇത് ഞാനൊരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് മധുരമുള്ള അപ്പോൾ ശർക്കരയുടെ ഒരു ചെറിയ 2-3 ചെറിയ പീസസും കൂടെ ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ ഒരു ചെറിയ ഇഞ്ചി 2-3 ഏലക്ക ഇത്രയും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കട്ടെ. ചെറിയ ജീരകത്തിൻ്റെ കാര്യം വിട്ടുപോയിട്ടോ. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് ഒഴിക്കുക. ഇനി ഇതിലേക്ക് ഈക്വലായിട്ട് പൊടികൾ ഇട്ട് കൊടുക്കുക. 3/4 ഗ്ലാസ് ഗോതമ്പ് പൊടി, ആ സെയിം മെഷർമെൻറ്റ് തന്നെ 3/4 ഗ്ലാസ് മൈദ. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. കുഞ്ഞു മക്കൾക്ക് ഏത്തപ്പഴമൊക്കെ കഴിക്കില്ലാത്തവരും അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി 4 മണി പലഹാരം കേട്ടോ. നല്ല ഹെൽത്തിയാണ്. ഇത് ഞാൻ കുഴച്ചപ്പോൾ ഈ ഒരു പരിവായിട്ടുണ്ട്. ഇത് പോരാ, നമുക്ക് കുറച്ചും കൂടെ പൊടി ഇട്ട് കൊടുക്കണേ. നമുക്ക് ഏകദേശം ഒരു ചപ്പാത്തി ഉണ്ടാക്കണേക്കാളും ഇത്തിരിയൂടെ ലൂസായിട്ടിരിക്കും. ഇത്രയും ലൂസ് പാടില്ല. ഇതിലേക്ക് ഒരു പിഞ്ച് സോഡാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് ഒന്നുകൂടെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. കണ്ടോ, ഇതൊരു പരിവായിട്ടോ. കാരണം നമ്മുടെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുന്ന ഒരു ഇതില്ലേ, ആ രീതിയിലാണ്, ഈ ഒരു രീതിയിലാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. ഇനി നമുക്കൊരു 1 അവർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബാറ്ററൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 1 അവർ കഴിഞ്ഞു. ഞാൻ ഒരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്. എണ്ണയൊക്കെ തിളച്ചിട്ടുണ്ട്. നമ്മുടെ ബാറ്ററൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടോ. ഞാൻ കുറച്ച് വെള്ളത്തിൽ മുക്കിയിട്ട് ഇതൊന്ന് ബൗളായിട്ട് ഇട്ട് കൊടുക്കും കേട്ടോ. എത്ര വലിപ്പം വേണമെങ്കിലും നമ്മൾ എടുക്കാം. ഞാനിപ്പോൾ ചെറിയ ഉരുളകളായിട്ടാട്ടോ എടുക്കണേ. ഒരു വശം ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. ഫ്ലെയിം നല്ല സിമ്മി വെക്കണം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഉള്ളു വേവത്തും ഇല്ലാണ്ട് വരും. അപ്പോൾ നമ്മുടെ 4 മണി കടികളെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടാട്ടോ ഇരിക്കുന്നത്. കണ്ടോ, നല്ല മധുരമുണ്ടേ. ആ ഇഞ്ചിയുടെ ഒക്കെ ഫ്ലേവർ ഉള്ളതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇഞ്ചി, ഏലക്ക, ജീരകം. അപ്പോൾ ഇങ്ങനെ പഴമൊക്കെ തിന്നില്ലാത്ത പിള്ളേർക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കിയാൽ അവർ നന്നായിട്ട് ഇഷ്ടത്തോടെ തിന്നോളൂ കേട്ടോ. അപ്പോൾ ഇനിയൊരു അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാവേ.